ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 സവാള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവാള നല്ല സോഫ്റ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അത് സവാള അവിടെ കറക്റ്റായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 10-12 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ റോസ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളി സവാളൊക്കെ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ഗ്രേവി കുറച്ച് തിക്കായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പൊടിയുടെ ഒക്കെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറുന്നത് വരെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. മസാലപ്പൊടികളുടെ ഒക്കെ ഒരു റോസ് സ്മെല്ല് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മസാല ചിക്കൻ്റെ എല്ലാ പീസിലും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ വീണ്ടും ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ചേർക്കാനുള്ളത് മല്ലിയിലയും കൂടിയിട്ടാണ്. ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ 10 മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്തെടുത്തപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്